ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് രുചികരമായിട്ടുള്ളൊരു കടലക്കറി ഉണ്ടാക്കിയാലോ. പുട്ടിലേക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണല്ലോ ഈ കടലക്കറി. അപ്പോൾ അതീവ രുചികരമായിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മനോഹരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഈ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി വന്നാലോ. അതിനായിട്ട് ഞാനൊരു കപ്പ് കടല തലേദിവസം വെള്ളത്തിൽ ഇട്ടിച്ച് കുതിർത്തതാണിത്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് സ്വല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് ഞാനൊരു 1/4 മുറി നാളികേരം ഇടുന്നു. ഒരു 4-5 ചെറിയ ഉള്ളി ഇടുന്നു. ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം ഇടുന്നു. ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി, 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തക്കാളി നല്ല രീതിയിൽ ഉടച്ച് ചേരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അവിടെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. മസാല ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത മസാല ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഗ്രേവിക്കുള്ളത് ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ കടലക്കറി, സുന്ദരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്ക് നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.